ഹിമഗിരി നിരകൾ പൊൻതുടികളിൽ. അങ്ങനെ നമ്മളും പോയി വൈക്കത്തപ്പൻ്റെ മണ്ണിൽ വൈക്കത്തഷ്ടമി കാണാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ബൈക്കിലാണ് വൈക്കത്തഷ്ടമി കാണാൻ പോയത്. പോയ വഴി നമ്മൾ കുറച്ച് വെള്ളം കുടിച്ചു. നമുക്കറിയാവുന്ന അക്കയായിരുന്നു. അക്കയുടെ കടയിൽ നിന്ന് വെള്ളം കുടിച്ചു. അവിടെ ചെന്നപ്പോൾ പോലീസ് എസ്കോട്ടൊക്കെ തന്ന് നമ്മളെ സ്വീകരിച്ചു. ആദ്യം തന്നെ നമ്മൾ വൈക്കത്തപ്പനെ കണ്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. എനിക്ക് പെണ്ണിട്ടേ ഇമാർക്കാർക്കും പെണ്ണിട്ടേ ഇതാണ് അനന്തു പ്രാർത്ഥിച്ചത്. അങ്ങനെ നമ്മൾ വൈക്കം വിജയലക്ഷ്മിനെയൊക്കെ കണ്ട് നമ്മൾ അവിടുത്തെ മുല്ലക്കച്ചെറുപ്പ്, അതായത് വൈക്കത്തെ മുല്ലക്കച്ചെറുപ്പ് എന്ന് പറയും, അവിടെ നമ്മൾ പോയി കുറച്ചു നേരം നടന്നു. ഈ മോഹൻലാലൊക്കെ ഇത് എങ്ങനെ എന്തോ കാണിക്കുന്നത്? പിന്നൊന്നും നോക്കിയില്ല, നമ്മൾ പിന്നെ നമ്മുടെ സ്വഭാവം അങ്ങ് കാണിച്ചു തുടങ്ങി. ഒന്നു രണ്ടെണ്ണം കൊള്ളാം. വൈക്കത്തഷ്ടമി ഒരു പ്രത്യേക വൈബാണ്. അപ്പം നമ്മൾ ലാസ്റ്റ് കാർണിവൽ തപ്പിപ്പോയി. അവസാനം കാർണിവലൊക്കെ കണ്ട് കുറച്ചേരം അവിടെ നിന്നു. അപ്പൊ കറങ്ങുന്ന സാധനത്തെ കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കറങ്ങുന്ന സാധനത്തെ കയറാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ നിന്ന് അത് കണ്ടപ്പോൾ തന്നെ തല കറങ്ങി. അവിടുന്ന് മെസ്കാ ബണ്ണൊക്കെ മേടിച്ച് കഴിച്ചു. നമ്മുടെയാണോ ഇവരുടെയാണോ ബെറ്റർ എന്ന് അറിയണമല്ലോ. എന്റെ കൂടെ മസ്കാ ബണ്ണൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ കയ്യൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ പറയുകയാണ് ചന്ദ്രനിൽ ചോതി. ബാക്കി ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മൾ പാൽപ്പായസവും ബോളിയൊക്കെ കഴിച്ചു നേരെ വൈക്ക അമ്പലത്തിലേക്ക് നടന്നു. ഇത്ര ജനസാഗരം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിട്ടുണ്ട്, അത് മുല്ലക്കൽ ചെറപ്പിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം തൃശ്ശൂർ പൂരത്തിൽ. അവിടെ നമ്മൾ വൈക്കത്തഷ്ടമിയിലെ അമ്പലത്തിലൊക്കെ കാര്യങ്ങളൊക്കെ കണ്ടു. അവിടുത്തെ ചടങ്ങുകളൊക്കെ കണ്ടു. വളരെ സന്തോഷം. പിന്നെ നമ്മൾ തിരിച്ച് നേരെ വന്നു. ഫുഡൊക്കെ കഴിച്ചു. എന്ത് പറയാനാണ്, ഓർഡർ ചെയ്യണമെങ്കിൽ ആ വയർലെസ് കൂടെ ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നേരെ തിരിച്ച് ആലപ്പുഴ വന്നു. ഇനിയിപ്പോൾ ഇവൻ്റെ കാലമാണ്. ഇനി കാണാൻ പോകുന്നത് മുല്ലക്കൽ ചെറപ്പ്. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നുകൂടുണ്ട് ബാക്കി. അപ്പം ഇനി മുല്ലക്കൽ ചെറപ്പിനെ കാണാം. ബൈ ബൈ.